കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായിട്ടുള്ള രക്ഷാദൗത്യം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന ആരോപണവുമായി നാട്ടുകാർ രണ്ടുവട്ടം പ്രതിഷേധിച്ചു. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് നേരത്തെ തണ്ണീർപന്തലിൽ പ്രതിഷേധം നടത്തിയ ആളുകളെ നമ്മൾ കണ്ടു. ഇപ്പോൾ ലോറി ഉടമകളും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നു തൃശ്ശൂരിൽ നിന്ന്. അതിൽ പറയുന്നത് ലോറി ഉടമകളുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. ലോറി ഉടമകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം അർജുന്റെ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നാരോപിച്ചാണ്. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിൽ ലോറി ഉടമകൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം? എന്താണ് ലോറി ഉടമകളുടെ പ്രതിഷേധത്തിന്റെ കാരണം? ഗോപികൃഷ്ണൻ, അർജുന്റെ രക്ഷാപ്രവർത്തനം വൈകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോറി ഉടമകളും ഈ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുതൽ, അതായത് ഈ ലോറി ഇത്തരത്തിൽ കാണാനില്ല, അർജുനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നത് മുതൽ തന്നെ വലിയ വീഴ്ച ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉടനീളം ഉണ്ടായി എന്നുള്ളതാണ് ഈ ലോറി ഉടമ സംഘം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നില്ല, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അർജുൻ എവിടെയാണ്? അർജുന്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ലോറി ഉടമകൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്താണ് നമ്മൾ ഈ സമരരംഗത്തേക്ക് എത്താനുള്ള സാഹചര്യം? കഴിഞ്ഞ 6 ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മണ്ണിനടിയിൽപ്പെട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഈ രാജ്യത്ത് ബഹിരാകാശ രംഗം നമ്മൾ വളരെയധികം പുരോഗമിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ മണ്ണിനടിയിൽ പോയ ലോറിയെ കണ്ടെത്തുന്നതിന്, ആ ലോറിയിലുണ്ടായ അർജുനെ കണ്ടെത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അതുപോലെ പട്ടാളം, അതുപോലെ തന്നെ നാവികസേന, ബഹിരാകാശ രംഗത്തുണ്ടായിരുന്ന എല്ലാ ഉഗ്രപ്രതാപികളെയും നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. അവരൊക്കെ നമ്മൾ ടൈറ്റാനിക് പോലും കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത്. അത്തരത്തിലുള്ള ഒരു മണ്ണിനടിയിൽ പോയ ആ ലോറിയെയും കണ്ടെത്തുന്നതിന് നമ്മുടെ രാജ്യം പരാജയപ്പെട്ട ഒരു ദുഃഖസത്യം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി, ലോറി ഡ്രൈവർമാർ അനുഭവിക്കുന്ന ദുരിതം ജനസമക്ഷം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി, ലോറി വ്യവസായത്തിൽ ലോറി ഡ്രൈവർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജനസമക്ഷം തുറന്നു കാണിക്കുന്നതിന് കഴിഞ്ഞ 6 ദിവസമായി അർജുൻ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നതിനോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നേരിക്കാണുന്നതിനോ നമ്മുടെ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം ദുഃഖസത്യം കൂടി ഞങ്ങൾ പറയുകയാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അവിടുത്തെ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയോ അദ്ദേഹത്തെ കുടുംബത്തെ ഒന്ന് നേരിട്ട് വിളിക്കുകയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ദുഃഖസത്യം കൂടി ഞങ്ങൾ പറയുകയാണ്. പ്രധാനമന്ത്രി ആ കുടുംബത്തെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം. അതുപോലെ തന്നെ കർണാടകയിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി ആ കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിച്ചുണ്ടോ? ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇവിടെ നമ്മൾ പത്രധാരെ അവർ ഇന്നമായ കാര്യങ്ങൾ പട്ടാളത്തെ വിടും, നാവികസേനയെ വിടും. രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും ഈ 21ാം നൂറ്റാണ്ടിൽ നടത്തേണ്ട രക്ഷാപ്രവർത്തനമല്ല, കഴിഞ്ഞ 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന ആ ദുഃഖസത്യം കൂടി ഞങ്ങൾ പറയാനാണ് ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല, അടിയന്തരമായി അർജുന്റെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തായാലും തൃശ്ശൂരിൽ ലോറി ഉടമകളുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഗോപികൃഷ്ണൻ, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ ലോറി ഉടമകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അർജുന്റെ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്നതിലുള്ള പ്രതിഷേധവും ആശങ്കയും അറിയിച്ചുകൊണ്ടാണ് ലോറി ഉടമകൾ തൃശ്ശൂരിൽ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ തണ്ണീർപന്തലിൽ, അതായത് അർജുന്റെ നാടായ കണ്ണാടിക്കലിന് തൊട്ടടുത്തുള്ള തണ്ണീർപന്തലിലും നാട്ടുകാർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു.